ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തെ അറിയുന്നവൻ മാത്രം ദൈവവചനം കേൾക്കുന്നു. വായിക്കാൻ താവട്ടെ. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. കണ്ടോ, വചനം പറഞ്ഞ അവൻ കേൾക്കുകയല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രവാചകനെ നമ്മൾ വിളിച്ചു സഭയിൽ. നമ്മുടെ പ്രതീക്ഷ എന്താ? പ്രവാചകൻ എന്നെ നോക്കുന്നുണ്ട്, ഏതാണ്ട് വെളിപ്പെട്ടിട്ടുണ്ട്. സ്വത്രം, ആ പ്രവാചകൻ എന്നെ നോക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിരിക്കുക ആകാംക്ഷയോടെ. കർത്താവ് എന്ന് നമുക്ക് ഇത്ര ആകാംക്ഷയില്ല. പക്ഷെ പ്രവാചകം വന്ന ആകാംക്ഷയോടെ ഇടപെടണമേ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ചെന്ന് തലേ കൈവച്ച് കുറച്ച് നന്മകളൊക്കെ പറഞ്ഞ്, കുറച്ച് ഭാവി അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പരമാവധി സന്തോഷിപ്പിച്ച് അദ്ദേഹം ഒരു ബഹളവും ആരാധനയൊക്കെ നടത്തി ഫുഡടിച്ച് കാശ് മേടിച്ച് പോകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ ഭാഷ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ശുശ്രൂഷ? ഇത് നമുക്കിത് മതി ഭാഷ, എന്നാ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിത് മതി ഭാഷ, എന്നാ സന്തോഷമാണ്. ഇവരോട് വചനം പ്രസംഗിച്ചാൽ കണ്ടോ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ. ആര്? വചനം പ്രസംഗിക്കുന്നവൻ. ഈ ദൈവത്തിൽ നിന്നുള്ളവനെ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പത്യവചനത്തിൻ്റെ വെളിപ്പാട് ദൈവം കൊടുക്കത്തുള്ളൂ. അതാവട്ടെ എല്ലാവർക്കും മനസ്സിലാകത്തുമില്ല. പലരും പറയാറുണ്ട്, ഇതെല്ലാവരും പ്രസംഗിക്കുന്ന ഇതല്ലേ എന്ന്. കാരണം ഇവനും മനസ്സിലായില്ല. ഇവന്റെ സംവേദനക്ഷമത ദൈവം അടച്ചിരിക്കുക. ഇവന്റെ ഹൃദയം ദൈവം അടച്ചിരിക്കുക. കാരണം ഇവൻ ഏതാണ്ട് കൊള്ളരുതായികത്തൂടെ പോയവനാ. അതുകൊണ്ട് ഇവനിത് മനസ്സിലാവൂ, എല്ലാവരും ഇതുപോലല്ലേ എന്ന്. അല്ല മോനെ, രാഗത്തിന് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. രാഗത്തിന് വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവം കണ്ണു തുറന്നവനായിരിക്കണം ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നത്. എല്ലാം ഒരുമിച്ച് വെട്ടപ്പെട്ടു പോയതാണെങ്കിൽ ഒറ്റ എണ്ണത്തിനും കണ്ണു തുറക്കൂല. അവർ ഈ ഭൗതികാനുഗ്രഹം പറയുന്നവനെ മാത്രം വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അതല്ലോ സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. വചനം തൊടത്തില്ല, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകത്തില്ല, വചനത്തിൽ നിന്ന് ശുദ്ധീകരണത്തിൻ്റെ ദൂത് എടുക്കത്തില്ല. ജനവും അത് ഇഷ്ടപ്പെടുന്നില്ല. പ്രസംഗം വചനത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ പത്യവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം ഇങ്ങനെ തലകുലുക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും. രോഗമാണ്. എന്താ രോഗമാ? വചനം ദഹിക്കുന്നില്ല. 3 ചിക്കൻ ബിരിയാണി ഒറ്റയിരിപ്പി തട്ടിയുന്ന ചിലർക്ക് എന്തെങ്കിലും പ്രത്യേക രോഗം പിടിച്ച് ആശുപത്രി കിടക്കുമ്പം, മക്കളെ കഞ്ഞി കൂടിയാടാ. അന്നേരം ചിക്കൻ ബിരിയാണിയും വേണ്ട, മട്ടൻ ബിരിയാണിയും വേണ്ട, കഞ്ഞി ഒരു 2 സ്പൂണ്, അതിലൊരു സ്പൂൺ അങ്ങോട്ട് ഇറക്കി, 2ാമത്തെ സ്പൂൺ പകുതി കഴിച്ചു. വേണ്ട. ഈ രോഗമാണ് മിക്കവാറും വിശ്വാസികൾക്കും ചില പാസ്റ്റർമാർക്കും. തിരിയുന്നുണ്ടോ? മിക്കവാറും വിശ്വാസികൾക്കും ചില പാസ്റ്റർമാർക്കും ഈ രോഗമാണ്. വിശ്വാസിയുടെ കാര്യം പോട്ടെ, പാസ്റ്റർമാർക്ക് ഈ രോഗമാണെങ്കിൽ ഇവന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികൾക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പത്യവചനം വിവേചിച്ചറിയാനുള്ള കൃപ എല്ലാവരുമല്ല. ചിലർ വേറെ ചിലരാ. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരു നല്ല തുടക്കമായിരിക്കും. എന്നാൽ ശ്രദ്ധിക്കണം, നല്ല കൊള്ളാവുന്ന ദൈവദാസന്മാർ ചിലർ, നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചിലർ ഒരു സുപ്രഭാതത്തിൽ ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും ഈ കള്ളന്മാരുടെ പാളയത്തിൽ ചെല്ലുന്നത് കാണാം. അതെന്തുകൊണ്ടാണ്? പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള വാണിങ്, താക്കീത്, അവരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് എത്ര ശക്തമായിട്ടാണ് സഭയ്ക്കകത്ത് കൊടുക്കുന്നത് കണ്ടോ.
പിശാച് എന്ന മണവാളൻ, ലോകത്തിൻ്റെ മണവാളൻ സഭയ്ക്കകത്തു നിന്നൊരു കൂട്ടത്തെ വശീകരിച്ച് കൊണ്ടുപോകുവാൻ സഹസ്രാബ്ദങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ മർമ്മമാണ് ഇന്ന് രാത്രി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നത് ദൈവാത്മാവിൽ. അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ, പഴയ നിയമ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. നിൽക്കണം. അതിന് താഴെ ഒരു ഭാഗമുണ്ട്, അതും കൂടെ വായിച്ചോ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ദുഷ്കാമ പ്രവൃത്തികൾ എന്ന വാക്കിൽ കാമം എന്ന വാക്കുള്ളത് കൊണ്ട് അത് ലൈംഗികതയുമായി മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് വിചാരിക്കരുത്. എല്ലാ ദുർമോഹങ്ങളും, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും എന്ന് ഹവ്വ കണ്ട ആ മോഹത്തിൻ്റെ തലത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം ദുഷ്കാമ പ്രവൃത്തികളാണ്. ചില നല്ല ദൈവദാസന്മാര്, ചില നല്ല പ്രവാചകന്മാര് ഇവരെ എന്ത് ചെയ്യും? അനുകരിക്കും. അങ്ങനെ നാശകരമായ മതഭേദങ്ങളിലോട്ട് കയറും. പ്രൈസ് ദി ലോർഡ്. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയൊക്കെ ചെയ്ത് എത്ര വർഷമായിട്ടും ചിലർക്കൊരു വീട് വയ്ക്കാൻ പറ്റിയില്ല, ചിലർക്ക് പിള്ളേരെ മാന്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നല്ലൊരു ജീവിതാനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്നും ബുദ്ധിമുട്ടും കഷ്ടതയും ദാരിദ്ര്യവും പ്രതിസന്ധിയും മാത്രമായിട്ട് മുമ്പോട്ട് പോകുമ്പം പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അങ്ങ് ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഒക്കലഹോമയിൽ നിന്നോ അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്നോ ഏതെങ്കിലും ഒരു ദൈവദാസൻ വന്ന് പറയും, ബ്രദറെ ഈ പണിയുടെ രീതി മാറ്റണം. നല്ല ഫ്രീമേസണത്തിൻ്റെ അഭിഷേകമുള്ള മിടുക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷയ്ക്ക് നാട്ടിൽ കയറി വരുമല്ലോ, വലിയ കൺവെൻഷനും ക്രൂസൈഡും വയ്ക്കാൻ. അവർ പറയും ഈ സിസ്റ്റം മാറ്റണം. കണ്ടോ, ഇന്ന സിസ്റ്റത്തിലേക്ക് കടക്കൂ, ഇഷ്ടം പോലെ ജനം സഭയിൽ വരും. ഇന്ന സിസ്റ്റത്തിലേക്ക് കടക്കൂ, ഇഷ്ടം പോലെ കാശ് പോക്കറ്റിൽ വരും. ഇന്ന സിസ്റ്റത്തിലേക്ക് കടക്കൂ, ശുശ്രൂഷ ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യാം. ഉടനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന പാർട്ടി എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പരീക്ഷിക്കാൻ കയറുമ്പം സാത്താൻ അവനെ അങ്ങോട്ട് സഹായിക്കാൻ തുടങ്ങും. തിയോസഫിക്കൽ സൊസൈറ്റി സാത്താനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രയാങ്കിൾ വർഷിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റി, അവരുടെ പദ്ധതികളിലൊരു 4-5 കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ? ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്ന പ്രവചനം ദൈവദാസന്മാരെങ്ങനെ പറയുന്നുവോ അതുപോലെ അവൻ്റെ ദാസന്മാർ സാത്താൻ്റെ ദാസന്മാരെ കൊണ്ട് ഇൻഡ്യൂഷൻ നടത്തിക്കുക. അങ്ങനെ ചില നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുക. നോസ്ട്രദാമസ് അതാ ചെയ്തത്, ജീൻ ഡിക്സൺ അതാ ചെയ്തത്, ബാബ വാങ്കയും അതാ ചെയ്തത്. അവര് പറഞ്ഞത് പലതും സത്യമാണ്, പച്ചലയും കത്രികയും പോലെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവല്ല എന്ന് സഭയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല.